ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. അപ്പോൾ ഇൻഷിത മിസ്സാണ് കേട്ടോ. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മധ്യകാല ഇന്ത്യ, മിഡീവൽ ഇന്ത്യ എന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ സെറ്റാക്കാൻ പോവാം കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഇത് പഠിച്ചു തീർക്കുക എന്നുള്ളൊരു ഭാഗമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് മുഗൾ ഭരണം സ്ഥാപിക്കുന്നത് ആരാണ്? അത് നമ്മുടെ ബാബറാണ് എന്ത് ചെയ്തത്, മുഗൾ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വർഷം എന്ന് പറയുന്നത് 1526 1526 എന്ത് ചെയ്യുന്നത്, സ്ഥാപിക്കുന്നത്. ഡൽഹിയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഒരു 3 പോയിന്റ് അല്ലേ, ആ 3 പോയിന്റ് മാത്രം എന്ത് ചെയ്യുക, ഇതിൽ പഠിച്ചു വെക്കുക. ഓക്കെ, അതേപോലെ പിന്നെ അതിൽ വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് അല്ലേ? നമ്മൾ ബജിഷ എന്നുള്ള ഒരു കോഡ് അല്ലേ, എന്താണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. അങ്ങനെ അല്ലേ 6 പ്രധാനപ്പെട്ട ഭരണാധികാരികളെ കുറിച്ചിട്ടാണല്ലേ ഈ ഒരു ചാപ്റ്ററിലുള്ളത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മുഗൾ ഭരണാധികാരികളായിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അക്ബർ ചക്രവർത്തി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അക്ബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള റിലീജിയസ് പോളിസീസ്, മതസഹിഷ്ണുതാ നയങ്ങൾ അല്ലേ. അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള റിലീജിയസ് പോളിസീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ? ഇബാദത്ത് ഖാന, ദീൻ ഇലാഹി, അബോളിഷൻ ഓഫ് ദ റിലീജിയസ് ടാക്സ് കാളഡ് ജസിയ, അതുപോലെ തന്നെ ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ ഇൻ ഗവേണൻസ്. ആ പോയിന്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മറക്കാതെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ, ഈ ഒരു 3 പോയിന്റ്. അതുപോലെ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹം കൊണ്ടുവന്ന ഒരു റിലീജിയസ് ഹോളാണ് അല്ലെ. എന്തിനാണ്? എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള ഒരു എന്താണ്, ഒരു ഹോളാണ് അല്ലെ. നോക്കാം എന്താണ്, 1575 അല്ലെ 1575 എന്ത് ചെയ്തത്, അക്ബർ ഫത്തേപൂർ സിക്രിയിൽ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഇബാദത്ത് ഖാനെ പണി കഴിപ്പിക്കുന്നത്. ഇവിടെ എന്താണ്, സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻ യൂസ് ടുഗെദർ ഹിയർ. എന്താ, സമൂഹത്തിലുള്ള സ്കോളേഴ്സും പ്രമുഖരൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദീൻ ഇലാഹി എന്ന് പറയുന്നതാണ്. ദീൻ ഇലാഹി എന്ന് പറയുന്നത് എന്താണ്, കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട് ഓഫ് ആൾ റിലീജിയൻ, എല്ലാ എന്താണ് റിലീജിയൻ്റെയും നല്ല ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു ദർശനമാണ് ദീൻ ഇലാഹി എന്ന് പറയുന്നത്. അതിൻ്റെ കോർ എന്ന് പറയുന്നത്, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് സുൽഹീക്കുൽ, അല്ലെങ്കിൽ നമ്മൾ പറയും എന്താണ്, എല്ലാവർക്കും സമാധാനം. അതാണ് അതിൻ്റെ കോർ എന്ന് പറയുന്നത്. ആ 2 പോയിന്റും പഠിച്ചു വെക്കുക. അതുപോലെ എന്ത് ചെയ്തു, അക്ബർ ജസിയ എന്നുള്ള ടാക്സ് എന്ത് ചെയ്തു, അദ്ദേഹം അബോളിഷ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ എന്താ ചെയ്തത്, ഇൻക്ലൂഷൻ ഓഫ് നോൺ റിലീജിയസ് പീപ്പിൾ, അതായത് മക്കളെ എന്താണ്, മുഗൾ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യരായിട്ട് എന്താണ് പരിഗണിച്ചു അല്ലേ. പീപ്പിൾ ഫ്രം ആൾ സെക്ട്സ് വേർ ട്രീറ്റഡ് ഈക്വലി അല്ലേ, ട്രീറ്റഡ് ഈക്വലി ഇൻ ആൾ സ്ഫിയർ ഓഫ് ദ മുഗൾ റൂൾ. എല്ലാ ഭരണ മേഖലയിലും എല്ലാവരും എന്ത് ചെയ്തു മക്കളെ, ട്രീറ്റഡ് ഈക്വലി, എല്ലാവരും തുല്യരായിട്ടാണ് പരിഗണിച്ചത്. സോ ആ 3 പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ മുഗൾ സൈന്യത്തെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മുഗൾ സൈന്യം അല്ലേ, അപ്പോൾ അക്ബറാണ് നടപ്പിലാക്കിയത്. ഇൻട്രൊഡ്യൂസഡ് ബൈ അക്ബർ, സിസ്റ്റം ഈസ് നോൺ ആസ് മൻസബ്ദാരി സിസ്റ്റം അല്ലേ. അപ്പോൾ എന്തിനാ കൊണ്ടുവന്നത് അല്ലേ, ശക്തമായിട്ടുള്ള സൈനിക സംവിധാനത്തിനും അതുപോലെ തന്നെ സാമ്രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ടാണ് കൊണ്ടുവന്നത്. എന്തിനാണ്? സ്ട്രോങ് മിലിറ്ററി സിസ്റ്റം. എന്തിനൊക്കെയാണ്? എക്സ്പാൻഡഡ് പ്രൊട്ടക്റ്റഡ് ദ എംപയർ അല്ലേ, നമ്മുടെ എംപയർ പ്രൊട്ടക്ട് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനാണ് ഇത് കൊണ്ടുവന്നത്. നോക്കി എന്താ പറയുന്നത്, ഇതനുസരിച്ചിട്ട് എന്താണ്, ഓഫീസർ കാളഡ് മൻസബ്ദാർ അല്ലെ. ഇതിലെ ഓഫീസർമാരെ നമ്മൾ എന്താ വിളിക്കുക, മാൻസബ്ദാർ എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. അതേപോലെ തന്നെ മക്കളെ എന്താ പറയുന്നത്, മാൻസബ് എന്താണ്, കുതിരപ്പടയുടെ എണ്ണത്തെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ള പദവിയാണല്ലോ. ഇപ്പോൾ ഇതിൽ ഈ മാൻസബ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കുതിരപ്പടയുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി നൽകിയിട്ടുള്ള പദവിയാണ് അല്ലെ. എന്താ പറയുന്നത്, മാൻസബ് എന്ന് പറയുന്നത് റാങ്ക് ബേസ്ഡ് ഓൺ കാവൽറി, പടയാളികളെ അടിസ്ഥാനമാക്കി അവർക്ക് കൊടുത്തിട്ടുള്ള എന്താണ്, റാങ്ക് ആണ് നമ്മൾ മാൻസബ് എന്ന് പറയുന്നത്. അതിൽ ഹയർ റാങ്ക്, ഉയർന്ന പദവിയുള്ള ആൾക്കാർക്ക് എന്താണ് മക്കളെ, കൂടുതൽ സൈനികർ അല്ലെ. എന്താ പറയുന്നത്, മോർ സോൾജേഴ്സിന് എന്ത് ചെയ്യണം, അവിടെ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്തു, ലാൻഡ് ടാക്സ് അല്ലെ, അവർക്ക് എന്ത് ചെയ്തു, അവർക്ക് ലാൻഡ് എന്ത് ചെയ്തു, അലോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. എന്താണ് ലാൻഡ് അലോട്ടഡ് ബൈ എന്താണ് റാങ്ക്, അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്തു, ലാൻഡ് അലോട്ട് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്തു അല്ലെ, അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ലാൻഡ് ടാക്സ് യൂസ് ടു മെയിൻറ്റെയിൻ ദ ആർമി, ആർമിയെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഭൂനികുതി ഉപയോഗിച്ചിട്ട് ലാൻഡ് ടാക്സ് യൂസ് ചെയ്തിട്ട് എന്താ സംഭവിച്ചത്, നമ്മുടെ സൈന്യത്തെ പരിപാലിക്കുകയും ചെയ്തു. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാട്ടെ. മുഗൾ എംപയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഗൾ സൈന്യം എന്ന് പറയുമ്പോൾ അക്ബറാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മാൻസബ്ദാരി എന്നുള്ള വേർഡ്, അതുപോലെ തന്നെ ലാൻഡ് ടാക്സ്, ആ പറഞ്ഞിട്ടുള്ള പോയിന്റൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് എഴുതുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മുഗൾ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം മുഗൾ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ്, സുബാ സർക്കാർ പർഗാന ഗ്രാമം എന്നുള്ള ഒരു സ്ട്രക്ചർ അക്ബർ കൊണ്ടുവന്നു അല്ലേ.
പഗ്ര അല്ലെ, സുസപഗ്ര എന്ന് പറഞ്ഞല്ലോ. എന്താണ് നമ്മൾ സുബ സർക്കാർ പർഗാന ഗ്രാമ സുസപഗ്ര അല്ലെ. അപ്പം എന്ത് ചെയ്തു, അങ്ങനെ എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നത്, ഒരു ക്രമം കൊണ്ടുവരുന്നത് അക്ബറാണ് അല്ലെ. അതേപോലെ പിന്നെ അതിൽ പറയുന്നത് എന്താ, ഇവിടെ എന്താണ് എംപറർ എന്ന് പറയുന്നത് സോവറിൻ അതോറിറ്റി ആണ്. അതുപോലെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആണ്, ലോ മേക്കർ ആണ്. ആരൊക്കെയാ, നിയമം നിർമ്മിക്കുന്ന ആളാണ്, സൈന്യാധിപനൊക്കെ ചക്രവർത്തി തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ കോടതി ഉണ്ടായിരുന്നില്ല, അതിന് പകരം എന്താ ഉണ്ടായിരുന്നത്, ഖാസിമാരാണ് ഉണ്ടായിരുന്നത് അല്ലെ. ദർ ഇസ് നോ കോർട്ട്, ഒരു കോർട്ട് ഉണ്ടായിരുന്നില്ല അല്ലെ. അതിന് പകരം ആരാണ്, ഖാസിമാരാണ് എന്ത് ചെയ്തത്, ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ് അല്ലെ, എന്താണ് കാര്യങ്ങളിലേക്ക് ഒത്തുതീർപ്പാക്കിയതൊക്കെ ഖാസിമാരാണ്. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ, മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ പോയിന്റ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എന്താ, രാജാവിനെ സഹായിക്കാനായിട്ട് മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യമാണ് അവരുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് പറയുന്നത്. എന്തൊക്കെയാണ്, ചക്രവർത്തി എന്ന് പറയുന്നത് കമാൻഡർ ഇൻ ചീഫാണ്, സർവ്വ സൈന്യാധിപനാണ്. അതുപോലെ ഇവിടെ കോർട്ട് ഉണ്ടായിരുന്നില്ല, പകരം ഖാസിമാരാണ് ഭരണം നടത്തിയത് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ പോയിന്റ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരുമ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് നിരവധി സത്രാസുകളായിട്ട് അല്ലെ, സ്ട്രാറ്റസ് ആയിട്ട് എന്താണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. അതിൽ ഏറ്റവും ബോട്ടത്തിൽ വരുന്നത് ആരാണ് മക്കളെ, ഓർഡിനറി പീപ്പിളും. അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്നത് രാജാക്കന്മാരുമായിരുന്നു. അത്രയും പോയിന്റ് ഇതിൽ പറയാനുള്ളൂ. എന്താണ്, നമ്മൾ സമൂഹത്തെ വിവിധ തലങ്ങളായിട്ടാണ് വിഭജിച്ചിരുന്നത്. ഏറ്റവും മുകളിൽ രാജാവും ഏറ്റവും താഴെ എന്താണ് സാധാരണക്കാരായ ആൾക്കാരാണ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്, ഇതിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വേർ ഫാമേഴ്സ്, എല്ലാവരും എന്താണ്, കുറേ ആളുകൾ ഫാമേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടായിരുന്നു മക്കളെ, ജാതി സിസ്റ്റം ഉണ്ടായിരുന്നു, ജാതി സമ്പ്രദായം. അതുപോലെ ഓരോ ജാതിക്കും അവരുടേതായിട്ടുള്ള കസ്റ്റംസ് അല്ലെ, ഓൺ കസ്റ്റംസ്, സ്വന്തമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അത്രയും കാര്യമാണ് അതിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ കൃഷിയിലേക്ക് വരുമ്പോൾ, അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് കൃഷി ചെയ്തിരുന്നത്, റൈസ്, വീറ്റ്, ബാർലി, അതുപോലെ തന്നെ ഷുഗർ കെയിൻ അല്ലേ, അതൊക്കെയാണ് അവർ കൃഷി ചെയ്തത്. എന്തൊക്കെയാണ്, നെല്ലും ഗോതമ്പും ബാർലിയും കരിമ്പും പരുത്തിയൊക്കെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്. then അവരെന്ത് ചെയ്തു, ദ പേർഷ്യൻ വീൽ ആൻഡ് കനാൽ വെർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ അല്ലേ, ഇറിഗേഷൻ ആയിട്ട് ജലസേചന സൗകര്യത്തിനായിട്ട് അവരെന്ത് ചെയ്തു, കുറേ അധികം ടെക്നോളജീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ടെക്നോളജീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പേർഷ്യൻ വീലുകളും അതുപോലെ തന്നെ കനാലുകൾ എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമിക് പ്രോഗ്രസിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ പറയുന്നത്, ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ആക്സിലേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. നമുക്കറിയാമല്ലേ, അടിപൊളി കൃഷി സെറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ മുഗൾ എംപയറിൽ. നല്ല കൃഷി ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ നമ്മൾ കൃഷി ചെയ്തപ്പോൾ അവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനം കൂടി. അതെന്ത് ചെയ്തു, ട്രേഡിനെയും അർബനൈസേഷനെയും, വ്യാപാരത്തെയും അതുപോലെ തന്നെ അർബനൈസേഷനെയും എന്ത് ചെയ്തു, ഗ്രോത്ത് ഉണ്ടാക്കി എന്ന് പറയുന്നത് അല്ലേ. നോക്കിക്കേ, ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വേർ ടെക്സ്റ്റൈൽസ്, മുസ്ലിം ഷുഗർ ആൻഡ് റൈസ്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്, മെയിൻ ആയിട്ട് അവർ കയറ്റുമതി ചെയ്തിരുന്നത് ടെക്സ്റ്റൈൽസുകൾ, അതുപോലെ തന്നെ മസ്ലിൻ ക്ലോത്തുകൾ, ഷുഗർ, റൈസ് എന്നിവയ്ക്കാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, ഈ പറഞ്ഞിട്ടുള്ള എക്കണോമി അല്ലേ, എക്കണോമി കുറച്ചുകൂടെ എന്താണ് അപ്പ് ചെയ്യാനായിട്ട് അവിടെ എന്തുണ്ടായിരുന്നു, എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ. വാട്ടർ എന്താണ് വെള്ളം വഴിയുള്ള ട്രാൻസ്പോർട്ട്, ജലഗതാഗതം അവിടെ ഉണ്ടായിരുന്നു അല്ലേ, ജലഗതാഗതം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട സിറ്റികളാണ് ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര എന്നൊക്കെ പറയുന്നത് അല്ലേ. അതേപോലെ തന്നെ എന്താ ഗുജറാത്ത് എന്ന് പറയുന്നത് വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടായിരുന്നു ഗുജറാത്ത് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഐനി അക്ബാരിയിൽ പറയുന്നുണ്ട് അല്ലേ, എന്താ ഇവിടെ കുറേ അധികം നെല്ലിനങ്ങളൊക്കെ കൃഷി ചെയ്തിരുന്നുള്ള കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എക്കണോമിക് പ്രോഗ്രസ് എന്ന ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സിറ്റീസ്, അതുപോലെ എന്തൊക്കെയാണ് അവരവിടെ എന്ത് ചെയ്തിരുന്നത്, എക്സ്പോർട്ട് ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ ആൻഡ് ഇൻ്റഗ്രേഷൻ ഡ്യൂറിങ് മുഗൾ റൂൾ. എന്താണ് നമ്മൾ ഈ ഒരു നമ്മുടെ മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്ന കൾച്ചറൽ ഇൻറ്റിഗ്രേഷൻ. അതായത് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ എന്താണ് കൂട്ടിയോജിക്കുന്ന സംഭവത്തിന് നമ്മൾ സമന്വയം, ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. എന്താണ്, മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ വിവർത്തനം. നമ്മൾ മഹാഭാരതം എന്ത് ചെയ്തു, പേർഷ്യയിലേക്ക് വിവർത്തനം ചെയ്തു. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടല്ലോ അല്ലേ, അതായത് പിക്ചറൊക്കെ മഹാഭാരതത്തിൻ്റെ. നമ്മൾ ഇത് നോക്കുമ്പോൾ എന്താ, അത് പേർഷ്യയിലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ പേർഷ്യ
ഭാഷയിലേക്ക് എന്ത് ചെയ്തു? മഹാഭാരതം വിവർത്തനം ചെയ്തു. ആരാ വിവർത്തനം ചെയ്തത്? ദാരാ ഷിക്കോ ആണ് ചെയ്തത് അല്ലെ. അതേപോലെ തന്നെ എന്താ ഉറുദു ലാംഗ്വേജ് എന്ത് ചെയ്തു മക്കളെ? ഉറുദു ഭാഷ ഫോം ചെയ്ത് വന്നു അല്ലെ. ഹിന്ദിയും പേർഷ്യയും കൂടെ മെർജ് ചെയ്തപ്പോൾ എന്താ? ഉറുദു ഭാഷ വന്നു. അതേപോലെ തന്നെ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്താ? നമ്മുടെ ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ത് ചെയ്തു? നമ്മുടെ പേർഷ്യയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പേർഷ്യൻ മ്യൂസിക്കും ഇന്ത്യയുടെ മ്യൂസിക്കും കൂടി ചേർന്നിട്ട് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും. അതുപോലെ തന്നെ ഇൻഡോ പേർഷ്യൻ സ്റ്റൈൽ അല്ലേ, പേർഷ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് ഇൻഡോ പേർഷ്യൻ വാസ്തുവിദ്യ, ഇന്ത്യയുടെ വാസ്തുവിദ്യയും പേർഷ്യയുടെ വാസ്തുവിദ്യയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ പുതിയൊരു സംഭവം ഉണ്ടാവുകയാണ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ താജ്മഹൽ, അതുപോലെ തന്നെ ആഗ്ര ഫോർട്ട് എന്നൊക്കെ പറയുന്നത് ഇൻഡോ പേർഷ്യൻ കൺസ്ട്രക്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിജയനഗര ഭരണത്തെ കുറിച്ചിട്ടാണ്. അപ്പം എന്താ നമുക്കറിയാം, വിജയനഗരം സ്ഥാപിക്കുന്നത് വർഷം 1336 ആണ് അല്ലെ. എന്താ 1336 ഹരിഹരൻ ആൻഡ് ബുക്കൻ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൃഷ്ണദേവരായാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ആ പോയിന്റ് ഒക്കെ എൻ്റെ നമുക്ക് ക്ലിയർ ആണല്ലോ. ഓക്കെ, അതുപോലെ വിജയനഗര രാജാക്കന്മാർ, പ്രധാനപ്പെട്ട രാജാക്കന്മാരും അവരടങ്ങിയിട്ടുള്ള വംശങ്ങളാണ്. അപ്പോൾ ഇവിടെ 4 രാജവംശങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവിടെ വിജയനഗര ഭരണത്തിൽ. ഏതൊക്കെയാണ്? സംഗമ, സാലുവ, തുളുവ, അരവീടു അല്ലെ. അത് അങ്ങനെ പഠിച്ചു വെച്ചു. സംഗമ, സാലുവ, തുളുവ, അരവീടു ഇങ്ങനെ പാട്ട് പോലെ പഠിച്ചു വെച്ചിട്ട് എന്താ? സംഗമ, സാലുവ, തുളുവ, അരവീടു അല്ലെ. നോക്കിക്കേ, സംഗമത്തിൽ ആരൊക്കെ ഉണ്ടത്? നമ്മുടെ ഹരിഹരനും ബുക്കനാണ് അല്ലെ. അവരാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവരാണ് ഏറ്റവും ആദ്യത്തുള്ളതാണ് സംഗമ. അപ്പോൾ കറക്റ്റാണ്, ഹരിഹരനും ബുക്കനും സംഗമ അല്ലേ. അത് പിന്നെയാണ് സാലുവ അല്ലെ. സാലുവയിലെ പ്രധാനപ്പെട്ട രാജാവാണ് നരസിംഹ സാലുവ. അതുപോലെ തുളുവയിലുള്ള ആളാണ് നമ്മുടെ കൃഷ്ണദേവരായർ അല്ലേ. അതുപോലെ തന്നെ അരവീട് വംശത്തിലുള്ള ആളാണ് തിരുമല വെങ്കിട അല്ലെ. തിരുമല ആൻഡ് വെങ്കിട, തിരുമല വെങ്കിട അല്ലേ. അതുപോലെ കൃഷ്ണദേവരായെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അല്ലെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഇമ്പീരിയൽ എക്സ്പാൻഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ എംപയർ. എന്താ? നമ്മുടെ സാമ്രാജ്യത്തെ വിപുലീകരണത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? എ ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക്സ് വേർ ക്യാരീഡ്. എന്താ? കുറേ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ കൺസ്ട്രക്ഷൻ വർക്ക്? ഹംപിയിൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ? ന്യൂ ഫോർട്ട്, പാലസസ് ആൻഡ് ടെമ്പിൾസ് അല്ലേ. ടെമ്പിൾസുകളും അതുപോലെ തന്നെ അമ്പലങ്ങളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്താ? ഭയങ്കര ഡെവലപ്മെൻറ്റ് ഉണ്ട്. എന്തിലേക്ക് ഡെവലപ്മെൻറ്റ് ഉള്ളത്? അദ്ദേഹം കുറേ കൺസ്ട്രക്ഷൻ വർക്കുകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ? ഹംപിയിൽ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും അതുപോലെ തന്നെ എന്താടാ കോട്ടകളൊക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ? എല്ലാ മതങ്ങളെയും ഒരേപോലെ ഈക്വലി എന്ത് ചെയ്തിരുന്നു? ട്രീറ്റ് ചെയ്തു. ആ പോയിന്റും കൂടെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതുപോലെ തന്നെ എന്താ? ഇനി നമ്മുടെ കൃഷ്ണദേവരായ സാഹിത്യത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അല്ലെ, അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം കലാ, സാഹിത്യം, സാംസ്കാരിക മേഖലകൾക്കൊക്കെ വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറൽ സ്ഫിയർ, ഇതിനൊക്കെ അദ്ദേഹം എന്താണ് കുറേ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 വർക്കുകളാണ് അമുക്തമാല്യത ആൻഡ് ജാംബാവതി കല്യാണം അല്ലേ. ഏതാ? അമുക്തമാല്യതയും ജാംബാവതി കല്യാണം. അപ്പം നമ്മൾ കൃഷ്ണദേവരായെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ പോയിന്റൊക്കെ ഇൻക്ലൂഡ് ആക്കണേ. അതേപോലെ തന്നെ എന്താ? ഹി പ്രൊമോട്ടഡ് തെലുഗു, കന്നഡ ആൻഡ് തമിഴ് ലിറ്ററേച്ചർ. ഏതൊക്കെയോ ഭാഷ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഏത് ഭാഷയാടാ? തെലുങ്കു, കന്നഡ, തമിഴ്. അതായത് എന്താ? നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഭാഷയും ഇവിടെയുള്ള തമിഴ് ഭാഷയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള കന്നഡ ഭാഷയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താടാ? നമ്മുടെ തെലുങ്ക്, ഈ ഭാഗത്തുള്ള തെലുങ്ക് ഭാഷയൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, ഈ വേർഡ് നോക്കുക, അഷ്ടദിഗ്ഗജാസ്. എന്താ അഷ്ടദിഗ്ഗജാസ് എന്ന് പറയുന്നത്? സ്കോളേഴ്സ് നോൺ ആസ് അഷ്ടദിഗ്ഗജാസ് അഡോണഡ് ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരായ അല്ലേ. നമ്മുടെ കൃഷ്ണദേവരായയുടെ എന്താണ് മക്കളെ? കൊട്ടാരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക? അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ കൊട്ടാരത്തെ അലങ്കരിച്ചു അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അവിടെ എന്താണ്? അവരുടെ ഭരണ സംവിധാനമാണ് അല്ലേ. ഫസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ മൊണാർക്കിയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്തു? നമ്മൾ കിങ്ഡത്തെ എന്ത് ചെയ്തു മക്കളെ? നേരത്തെ പോലെ ഡിസ്ട്രിക്റ്റ് എന്താണ്, അതുപോലെ സബ് ഡിസ്ട്രിക്റ്റ്, അതുപോലെ തന്നെ വില്ലേജ് എന്നിങ്ങനെ 4 തട്ടുകളാക്കിയിട്ട് എന്ത് ചെയ്തു? തിരിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോക്കിക്കേ, ഇവിടെ ക്യാബിനറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ സഹായിക്കാനായിട്ട് മന്ത്രിസഭ ഉണ്ടായിരുന്നു. അതുപോലെ കോർട്ട്, എന്താണ്? ഇവിടെ കോർട്ടുണ്ട്,
ക്യാബിനറ്റ് ഉണ്ട് അല്ലെ, എന്താണ് വേരിയസ് ലെവലിൽ, അതായത് ഒരു കോർട്ട് മാത്രമല്ല കേട്ടോ, വേരിയസ് ലെവലിൽ, ചെറിയ ലെവലിലും വലിയ ലെവലിലൊക്കെ എന്താണ് ഓരോ ലെവലിലും എന്തുണ്ടായിരുന്നു മക്കളെ, കോടതികൾ അല്ലെ, വിവിധ തലങ്ങളിൽ കോടതികൾ ഉണ്ടായിരുന്നു. അതിൽ മൈനർ ഒഫൻസസ് ഒക്കെ ആരാണ് കൈകാര്യം ചെയ്തത്, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ എന്താണ് ആരാ കൈകാര്യം ചെയ്തത്, ഗ്രാമ കോടതികളാണ്, വില്ലേജ് കോർട്ടുകളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത്, അവരൊക്കെ അവർ കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, ആ പ്രശ്നങ്ങളിലേക്ക് തീർപ്പ് കൽപ്പിച്ചിരുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ അതിൽ പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ഒന്നാണ് അല്ലേ, അവരുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് അമരനായിക സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എന്താ വിജയനഗര ഭരണത്തിലെ പ്രധാന സംവിധാനമാണ് അമരനായക സംവിധാനം എന്ന് പറയുന്നത്. എന്താണ് മിലിറ്ററി കമാൻഡേഴ്സ് കാൾഡ് അമരനായകാസ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെയുള്ള സൈനിക മേധാവികളെയാണ് അമരനായകന്മാരെന്ന് നമ്മൾ പറയുന്നത്. അവർക്ക് എന്ത് ചെയ്തു, നമ്മുടെ രാജാവ് അമര എന്ന് പറഞ്ഞിട്ടുള്ള ലാൻഡ് കൊടുത്തു അല്ലെ, ഭൂമി കൊടുത്തു. ദെൻ അഡ്മിനിസ്ട്രേറ്റർ ദ അമര ലാൻഡ് എന്ത് ചെയ്തിട്ട് ഈ അമര പ്രദേശങ്ങളിൽ നമ്മുടെ അമരനായകന്മാർ ഭരണം നടത്തി. അതുപോലെ തന്നെ എന്ത് ചെയ്തു, കളക്റ്റഡ് ടാക്സ് ഫ്രം ദെയർ ലാൻഡ്, എന്ത് ചെയ്തു, അമരയിൽ നിന്ന് ടാക്സും കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, പെയ്ഡ് എ ഫിക്സഡ് ട്രിബ്യൂട്ട് ടു ദ കിങ്, കിങ്ങിന് അതിൽ നിന്ന് കുറച്ച് പൈസ ആർക്ക് കൊടുക്കും, നമ്മുടെ രാജാവിനും കൊടുക്കുന്നു, രാജാവിന് നിശ്ചിത തുക നൽകി. ദെൻ നോക്കിക്കേ, എന്താ പറയുന്നത്, മെയിൻറ്റെയിൻഡ് ഇൻഫാൻട്രി, ഹോഴ്സസ്, എലിഫന്റ്, എന്താ പറയുന്നത്, കാലാൽപ്പട, കുതിരപ്പട, ആനപ്പട എന്നിവയൊക്കെ എന്ത് ചെയ്തു, നിലനിർത്തി. അതുപോലെ തന്നെ എന്ത് ചെയ്തു, രാജ്യത്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിച്ചു അല്ലേ. അപ്പം ഇത്രയും പോയിന്റേ ഉള്ളൂ കേട്ടോ. എന്താ മെയിനായിട്ട് പഠിച്ചു വെക്കണത്, അമര എന്നുള്ള ലാൻഡ്, അതിൽ നിന്ന് ടാക്സ് പിടിച്ചു, അതിൽ നിന്ന് എന്ത് ചെയ്തു, അവർ ഭരണം നടത്തി. ആ പോയിന്റൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്, അവരുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പം നോക്കാം, എന്താണ് അവരുടെ സാമൂഹിക അവസ്ഥ നോക്കാം കേട്ടോ. എന്താണ് അവരുടെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, കുറേ വിവിധ ജാതികളും മതങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. മിനി കാസ്റ്റ് ആൻഡ് റിലീജിയൻ, കുറേ റിലീജിയനും കുറേ കാസ്റ്റും ഉണ്ടായിരുന്നു. ബ്രാഹ്മിൻസ് അല്ലേ, ബ്രാഹ്മിൻസ് ആണ് അവിടെ ഡൊമിനൻ്റ് ആയിട്ട് പ്രബല വിഭാഗമായിട്ട് നിന്നിരുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അവർ കൃഷിയും വ്യാപാരം കൈത്തൊഴിലൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് അല്ലേ. ആരെന്തൊക്കെ അഗ്രികൾച്ചറും, കുറച്ച് ആൾക്കാർ ട്രേഡും, കുറച്ച് ആൾക്കാർ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അവിടെ സ്ത്രീകൾ എന്താ ചെയ്തിരുന്നത്, കൊട്ടാരവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്തു അല്ലേ. വുമൻ ഇൻ പാലസ് വർക്ക്, എന്താണ് കൊട്ടാരത്തിലുള്ള ജോലികളൊക്കെയാണ് ചെയ്തിരുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഗാർഡനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ കണക്കുകളൊക്കെ എഴുതി വെക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താ മക്കളെ, ഇവിടെ പൊളിഗമിയും ചൈൽഡ് മാരേജും സതിയൊക്കെ ഉണ്ടായിരുന്നു. എന്താ നമ്മുടെ ബഹുഭാരിത്യം, ബാലവിവാഹം, അതുപോലെ തന്നെ എന്താ സതി എന്ന് പറഞ്ഞിട്ടുള്ള ദുരാചാരങ്ങളൊക്കെ ഇവിടെ നിലനിന്നിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, സാമ്പത്തിക സ്ഥിതി അല്ലേ. അപ്പൊ സാമ്പത്തിക സ്ഥിതി പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അതുപോലെ തന്നെ സിൽക്ക് ആൻഡ് കോട്ടൺ ക്ലോത്ത്സുകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. അവിടെ ഗുഡ് ഇറിഗേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ, മികച്ച ജലസേചന സംവിധാനം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞു ഹിരിയ കനാൽ, തടാകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അതിലുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ പറയുന്നത് ലാൻഡ് ടാക്സ് ബേസ്ഡ് ഓൺ പ്രൊഡക്ടിവിറ്റി, എന്താ പറയുന്നത്, ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഭൂനികുതി. നല്ല ഉൽപാദനം കിട്ടുന്ന സ്ഥലങ്ങളിൽ കുറേ ടാക്സ് കൊടുക്കും അല്ലേ. അതേപോലെ തന്നെ അവരുടെ മറ്റു റവന്യൂസ് എന്ന് പറയുന്നത്, മറ്റു വരുമാന മാർഗം എന്ന് പറയുന്നത് എന്തൊക്കെയാ, അവർ ഭൂനികുതി, ലാൻഡ് ടാക്സ് ഉണ്ടായിരുന്നു, തൊഴിൽ നികുതി അല്ലേ, പ്രൊഫഷണൽ ടാക്സ്, അതുപോലെ കെട്ടിട നികുതി, എന്താണ് ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീസുകൾ, അതുപോലെ തന്നെ കോടതി പിഴകളൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വ്യാപാരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം വിജയനഗര എന്ന് പറയുന്നത് മേജർ ട്രേഡിംഗ് സെൻറ്റർ എന്ന് പ്രധാനപ്പെട്ട ഒരു എന്താ മക്കളെ വ്യാപാര കേന്ദ്രമായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് നോക്കിക്കേ, ട്രേഡ് ആരുമായിട്ട്, ആ ട്രേഡ് വിത്ത് ചൈന, ശ്രീലങ്ക അല്ലെ. എന്താ ചൈനയുമായിട്ടും ശ്രീലങ്കയുമായിട്ടൊക്കെ ട്രേഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ മക്കളെ, നമ്മുടെ വിദേശ വ്യാപാരം ആരുമായിട്ടായിരുന്നു, അറബികളും പോർച്ചുഗീസുമാരുമായിട്ട് എന്ത് ചെയ്തിരുന്നു അല്ലെ, വിദേശ വ്യാപാരം ഉണ്ടായിരുന്നു. അവരാണ് ഡൊമിനേറ്റ് ചെയ്തിരുന്നത് അല്ലെ വ്യാപാരത്തിൽ. അവിടെ മെയിൻസ് ആരായിരുന്നു, നമ്മുടെ അറബികളും പോർച്ചുഗീസുകാരായിരുന്നു. അതുപോലെ തന്നെ എന്താ മക്കളെ, പ്രധാനമായിട്ട് കുതിരകളെയാണ് അവർ എന്ത് ചെയ്തിരുന്നത്, അവർ വിറ്റിരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ലോക്കലിലുള്ള കുതിര വ്യാപാരികൾ അല്ലെ, ലോക്കൽ ഹോഴ്സ് റൈഡേഴ്സിനെ നമ്മൾ എന്താ പറയുക, പ്രാദേശിക കുതിര വ്യാപാരികളെ നമ്മൾ എന്താ പറയുക, കുതിരച്ചട്ടീസ് എന്ന് പറയുക അല്ലെ. എന്താ കുതിരച്ചട്ടീസ് എന്ന് പറയും അല്ലെ, കുതിരച്ചട്ടികൾ എന്ന് പറയും നമ്മൾ അല്ലേ. അതുപോലെ തന്നെ
ട്രേഡ് സ്ട്രെങ്ത് ഇൻ ദ എക്കണോമിയിൽ എന്താണ് നമ്മുടെ ഈ ഒരു വിജയനഗരത്തിന് എന്ത് ചെയ്തോ, വ്യാപാരം എന്ത് ചെയ്തോ, സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്തോ, ശക്തിപ്പെടുത്തി അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അതിൽ പറയുന്നത് അവരുടെ സാംസ്കാരികമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് അല്ലേ. അതായത് എന്താ പറയുന്നത്, മെനി സ്കൂൾസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് വേദാസ് ആൻഡ് ശാസ്ത്രാസ്. എന്താണ്, ശാസ്ത്രങ്ങളുടെയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വേദങ്ങളൊക്കെ പഠിക്കാനായിട്ട് കുറേ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്. എന്താ, കല, വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിൽ എന്താ മക്കളെ നല്ല വളർച്ചയുണ്ടായിരുന്നു അല്ലേ. ഞാൻ നോക്കിക്കേ, ദ്രവിഡിയൻ സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എന്താ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അവിടെയുള്ള ദ്രവിഡ ശില്പരീതി എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അതായത് എന്താ പറയുന്നത്, പിന്നെ പറയുന്നത് ഗോപുരാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിർമ്മാണ രീതി, അതായത് എന്താ ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ തെലുങ്ക് ലിറ്ററേച്ചർ വാസ് ദ മോസ്റ്റ് ഫ്ലറിഷ്ഡ് വൺ. ഇവിടെ എന്ത് ചെയ്തു, തെലുങ്ക് ലിറ്ററേച്ചർ എന്ത് ചെയ്തു മക്കളെ, നല്ല രീതിയിൽ ഫ്ലറിഷ് ആയി. അതുപോലെ തന്നെ എന്ത് ചെയ്തു, ന്യൂമറസ് ആയിട്ടുള്ള കുറേ സംസ്കൃത വർക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട്, വേറെയുള്ള ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്കറിയാമല്ലോ നമ്മുടെ ഓണം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു ഓഗസ്റ്റ് 13 അതായത് ഇനി കൃത്യം നമുക്കൊരു 10 ദിവസം മാത്രമാണ് നമുക്ക് ഓണം എക്സാമിനുള്ളത് അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഇതാ നോക്കിക്കേ, നമ്മുടെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ക്ലാസ് 7 വേണ്ടിയിട്ട് നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ടൊരു സൂപ്പർ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്, പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇതാ നമ്മുടെ വീഡിയോയുടെ താഴെ ഇതാ സൂപ്പർ ബാച്ച് എന്നൊരു ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. അതിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചാൽ മതി, അത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ചാപ്റ്റർ വൈസ് MCQs, അതുപോലെ തന്നെ യൂണിറ്റ് ടെസ്റ്റുകൾ, അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ ഷുവർ ക്വസ്റ്റ്യൻസ്, പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ വൺ ഷോട്ട് വീഡിയോസ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ഓണം എക്സാം ഇതാ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്കോർ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഷുവറാണേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, പഠിച്ചു തുടങ്ങാത്ത മക്കളുണ്ടാവും, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ.